മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 205-ാമത്തെ എപ്പിസോഡിൽ ഫോസ്ഫറസ് എന്ന അധ്യായത്തിൻ്റെ 5-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വയറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ലക്ഷണങ്ങൾ, വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, വയറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കോളറ അടക്കം നിരവധിയായ ലക്ഷണങ്ങൾ, വളരെ സവിശേഷമായ ലക്ഷണങ്ങൾ, ANS-ൻ്റെ വളരെ സവിശേഷമായൊരു സ്ഥിതി, അതുപോലെ കടുത്ത വയറിളക്കവും കടുത്ത മലബന്ധവും ചേർന്ന് വരുന്നൊരവസ്ഥ, വൃക്ക സംബന്ധമായ പ്രശ്നം, മൂത്രത്തിൽ പഞ്ചസാര വരുന്നൊരവസ്ഥ, അങ്ങനെ നിരവധി അവസ്ഥകൾ ഫോസ്ഫറസിൽ കാണുന്നുണ്ട്. ഫോസ്ഫറസിൻ്റെ ജനറൽ സിംറ്റംസ് യോജിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം നിരവധി രോഗികളെ സുഖപ്പെടുത്താൻ ഈ ഔഷധത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കേൾക്കാം. വെരി സെൻസിറ്റീവ് അബ്ഡമൻ. അപ്പോൾ അടിവയറ് വളരെ സെൻസിറ്റീവാണ്, വളരെ സംവേദനക്ഷമതയുള്ളതാണ്. തൊട്ടാൽ തന്നെ, വെറുതെ തൊട്ടാൽ മതി, വലിയ വേദന ഉണ്ടാകും. റോളിങ് ആൻഡ് റംബ്ലിങ്, വയറിൽ ആകെ കുഴഞ്ഞു പറഞ്ഞ അവസ്ഥയാണ്, ഇരമ്പലും ഇളക്കമൊക്കെ ഉണ്ട്. സെൻസേഷൻ ഓഫ് എംപ്റ്റിനെസ് ഇൻ ദ അബ്ഡമൻ, വയറ്റിൽ ആകെ ഒഴിഞ്ഞൊരു തോന്നൽ. സങ്കൺ ഫീലിംഗ് ഇൻ ദ അബ്ഡമൻ. ദ അബ്ഡമൻ ഫീൽസ് ആസ് ഇഫ് റിലാക്സ്ഡ്, അടിവയറ് വളരെ റിലാക്സ്ഡ് ആയിട്ട് അയവുള്ളതായിട്ട് തൂങ്ങി വരുന്നൊരു അവസ്ഥ. ഹാങ്ങിങ് ഡൗൺ സെൻസേഷൻ ആൻഡ് സെൻസേഷൻ ഓഫ് ഗ്രേറ്റ് വെയിറ്റ് ഇൻ ദ അബ്ഡമൻ. അപ്പോൾ അയഞ്ഞൊരവസ്ഥയും അടിവയർ കാലിയായ അവസ്ഥ, അടിവയറ്റിൽ ഭാരം ഉള്ള വ്യത്യസ്തമായിട്ടുള്ള നിരവധി ലക്ഷണങ്ങൾ അടിവയറ്റിൽ കാണുന്നുണ്ട്. ടിമ്പാനിറ്റിക് അബ്ഡമൻ സച്ച് ആസ് ഒക്കേഴ്സ് ഇൻ ടൈഫോയിഡ് ഫീവർ, ജ്വരപ്പനിയിൽ, ടൈഫോയിഡ് പനിയിൽ ഉണ്ടാകുന്ന പോലെ വയറ് ആകെ വീർത്ത് കെട്ടി ഒരവസ്ഥ. എ മാർക്ക്ഡ് ഫീച്ചർ ഇൻ ഫോസ്ഫറസ് ഈസ് ദ പെക്യുലിയർ ഗർഗ്ലിംഗ് വിച്ച് ബിഗിൻസ് ഇൻ ദ സ്റ്റൊമക് ആൻഡ് ഗർഗ്ലിസ് അലോങ് ഡൗൺ ത്രൂ ദ ഇൻറ്റസ്റ്റീൻസ് അറ്റൻഡഡ് വിത്ത് ഇൻവോളണ്ടറി സ്റ്റൂൾ. ഈ ഗർഗ്ലിങ്, ഇരമ്പൽ, ഏമ്പക്കം, തികട്ടൽ, ഈ അവസ്ഥകളിലൊക്കെ ഫോസ്ഫറസിൻ്റെ ഒരു തനിമയുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ വയറ്റിൽ തുടങ്ങിയിട്ട് കുടലിലൂടെ, ചെറുകുടലിലൂടെ താഴേക്ക് സഞ്ചരിക്കുന്നൊരവസ്ഥ. ഇതിനെ ആഴ്സനിക്കുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ദിസ് ഒക്കേഷൻ ടൈഫോയിഡ് ഫീവർ, ഈ ഒരവസ്ഥ ടൈഫോയിഡ് ഫീവറിലാണ് ഉണ്ടാകുന്നത്. ഗർഗ്ലിംഗ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ആഴ്സനിക് മീൻസ് ഡൗൺ ദ ഈസോഫാഗസ്. അതേസമയം സമാനമായ ഒരു ഗർഗ്ലിങ് ആഴ്സനിക്കിലുണ്ട്, പക്ഷേ അത് അന്നനാളത്തിലൂടെയാണ്. ഇതങ്ങനെയല്ല, ലോവർ പോർഷനിലാണ്, ആമാശയത്തിൽ തുടങ്ങി കുടലിലേക്കാണ് പോകുന്നത്. ഫ്ലാറ്റ്ലൻസ്, കോളിക്, റെൻഡിങ്, ടിയറിങ്, കട്ടിംഗ് പെയിൻസ് ത്രൂഔട്ട് ദ അബ്ഡമൻ. അടിവയറ്റിൽ വായു വീർത്തുകെട്ടലും എല്ലാവിധ വേദനകളുണ്ട്, ഈ ഒരു സവിശേഷത ഒന്നും എടുത്തു പറയണമെന്നില്ല, എല്ലാ തരത്തിലുള്ള വേദനകളും അടിവയറ്റിലുണ്ട്. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ അബ്ഡമൻ, വയലന്റ് ന്യൂറാൾജിക് പെയിൻസ് ഇൻ ദ അബ്ഡമൻ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബവൽസ്, നീർക്കെട്ടൽ, വീക്കം ഒക്കെ ഉണ്ട്. ഓഫ് ദ പെരിട്ടോണിയം, പെരിട്ടോണിയത്തിലും ഈ ഒരു ഇത്തരം നീർക്കെട്ടലും വീക്കവും വേദനയൊക്കെ വരും. അപ്പൻഡിസൈറ്റീസും വരുന്നുണ്ട്. യെല്ലോ ബ്രൗൺ സ്പോട്ട്സ് ഓൺ ദ അബ്ഡമൻ, അടിവയറ്റിൽ മഞ്ഞയും തവിട്ടും നിറത്തിലുള്ള പുള്ളിക്കുത്തുകളും. പെറ്റേഷിയെ ഓവർ ദ അബ്ഡമൻ ഡ്യൂറിങ് ടൈഫോയിഡ് ഫീവർ, ടൈഫോയിഡ് ഫീവറിലും ഇതേപോലെ അടിവയറ്റിൽ നിറവ്യത്യാസത്തിൻ്റെ സ്പോട്ട്സും അവിടെ ചെറിയ വ്രണങ്ങളോ രക്തസ്രാവമോ ഒക്കെ ഉണ്ടാകാം. ഫോസ്ഫറസ് ഈസ് റിച്ച് ഇൻ സിംറ്റംസ് ഓഫ് ദ റെക്ടം ആൻഡ് സ്റ്റൂൾ, ഇൻവോളണ്ടറി ഡിസ്ചാർജ് ഫ്രം ദ ബവൽസ്, അറിയാതെ തന്നെ വയറ്റിൽ നിന്ന് വയറൊഴിഞ്ഞു പോകുന്നു. കോപ്പിയസ് എമിഷൻ ഓഫ് ഫ്ലൂയിഡ്സ്, ദ്രാവകങ്ങൾ നിലയ്ക്കാതെ വലിയ അളവിൽ പുറന്തള്ളപ്പെടുന്നു. ഫെറ്റിഡ്ജ്, ഗഷിങ് സ്റ്റൂൾസ്, ദുർഗന്ധത്തോടുകൂടി അത് പമ്പ് വെച്ച് ചീറ്റിച്ചാലുന്ന പോലെ മലം പോകും. ഹൊറിബിളി ഒഫൻസീവ്, യെല്ലോ വാട്ടറി സ്റ്റൂൾസ്, മഞ്ഞ നിറത്തിലുള്ള പച്ചവെള്ളം പോലുള്ള മലം. ദ പേഷ്യൻ്റ് ലൈസ് ആസ് ഇഫ് ഡൈയിങ്, മരിക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന പോലെ ആ രോഗി കിടക്കും, ക്ഷീണിച്ച് തളർന്ന്
ബോധം മങ്ങി മരണാസന്നനായെന്ന പോലെ ആ രോഗി കിടക്കും. ദ സ്റ്റൂൾസ് പാസിങ് ഇൻവോളണ്ടറി, അറിയാതെ മലം പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റൂൾസ് ഓഫ് വൈറ്റ് മ്യൂക്കസ്, വെളുത്ത കഫത്തോടു കൂടിയ മലം. സ്റ്റൂൾസ് ഓഫ് സ്ലൈം ഇന്റർമിങ്കിൾ വിത്ത് ലിറ്റിൽ സ്പെക്സ് ലൈക്ക് ടാലോ, മലം കുമ്മായത്തിൻ്റെ നിറത്തിൽ പോകാം, കൊഴുപ്പിൻ്റെ കട്ടകൾ പോലെ പോകാം. ഇൻവോളണ്ടറി യൂസിങ് ഫ്രം കോൺസ്റ്റൻ്റ്ലി വൈഡ് ഓപ്പൺ ആനസ്, മറ്റൊരു സവിശേഷതയാണ് ഈ ഒരു അവസ്ഥയിൽ മലദ്വാരം വല്ലാതെ വികസിച്ച് റിലാക്സ്ഡായി കിടക്കുന്നൊരവസ്ഥ. അത് ക്ലോസ് ചെയ്തൊരു വാൽവ് പോലെ പ്രവർത്തിക്കാൻ അതിന് സാധിക്കുന്നില്ല. കോൺസ്റ്റൻ്റ്ലി വൈഡ് ഓപ്പൺ എയ്നസ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഹെമറേജ് ഫ്രം ദ ബവൽസ് ഇൻ ടൈഫോയിഡ്സ് ഇൻ ലോ ഫോംസ് ഓഫ് ഡിസീസ്, അപ്പോൾ ടൈഫോയിഡിൽ മോശമായിട്ടുള്ള മറ്റു പല രോഗാവസ്ഥകളിലൊക്കെ ഹെമറേജും ഉണ്ട്, രക്തവാർച്ചയും ഉണ്ട്. ബ്ലഡി ഡിസ്ചാർജ് ലൈക്ക് മീറ്റ് വാഷിങ്സ്, മാംസം കഴുകി ചിക്കനോ മട്ടനോ മീറ്റോ ഒക്കെ റോയായിട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ ഫ്രീസറിലൊക്കെ വെക്കാതെ വാങ്ങുന്നൊരവസ്ഥയിലാണ് പറയുന്നത്. അത് കഴുകുമ്പോൾ രക്തം കലർന്ന വെള്ളം, ആ തരത്തിൽ മലം പോവും. ഇൻവോളണ്ടറി ഓൺ എവരി മോഷൻ, എല്ലാ മോഷനും ഇതേപോലെ അറിയാതെ നിയന്ത്രണമില്ലാതെ പോകുന്നു. രക്തം കലർന്ന് മാംസം കഴുകി രക്തം കലർന്ന് വെള്ളം പോകുന്ന പോലെ. ബേണിംഗ് ഇൻ ദ റെക്ടം ഡ്യൂറിങ് സ്റ്റൂൾ, മലം പോകുമ്പോൾ മലാശയത്തിൽ പൊള്ളലുണ്ട്. പ്രൊട്രൂഷൻ ഓഫ് ദ റെക്ടം, മലാശയം പുറത്തേക്ക് തള്ളി വരുന്നു. പ്രൊട്രൂഷൻ ഓഫ് ഹെമറോയിഡൽ ട്യൂമേഴ്സ്, ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ അതും പുറത്തേക്ക് തള്ളി വരും. കാരണം റെക്ടം റിലാക്സ്ഡായി, അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഷാർപ്പ് സ്റ്റിച്ചിങ് പെയിൻസ് ഫ്രം ദ കോക്സിക്സ് ഓഫ് ദ സ്പൈൻ ടു ദ ബേസ് ഓഫ് ദ ബ്രെയിൻ ഡ്രോയിങ് ദ നെക്ക് ബാക്ക്വേർഡ്സ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, കോക്സിക്സിൻ്റെ ഭാഗത്തുനിന്ന്, നട്ടലിൻ്റെ ഏറ്റവും കീഴ്ഭാഗത്തുനിന്ന്, ഇടുപ്പിൻ്റെ ഭാഗത്തുനിന്ന് മേലേക്ക് കുഞ്ചി വരെ, തലയോടിൻ്റെ ബേസ് വരെ സ്റ്റിച്ചിങ് പെയിൻസ്, കുത്തുന്ന പോലുള്ള ഷാർപ്പായിട്ടുള്ള പെയിൻസ്, മേലേക്ക് അപ്വേർഡായിട്ടുള്ള പെയിൻസ്. ആൻഡ് ദിസ് സിംപ്റ്റം ഒക്കേഴ്സ് ഡ്യൂറിങ് സ്റ്റൂൾ, ഇത് മലം പോകുന്ന സമയത്താണ് ഇത് ഉണ്ടാകുന്നത് കേട്ടോ. ഫോസ്ഫറസിൻ്റെ വളരെ തനിമയുള്ളൊരു ലക്ഷണമാണത്. ഇറ്റ് ഹാസ് ഒക്കേർഡ് ഡ്യൂറിങ് ഇൻവോളണ്ടറി സ്റ്റൂൾ, അറിയാതെ മലം പോകുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. ആഫ്റ്റർ സ്റ്റൂൾ പെയിൻഫുൾ ക്രാംസ് ഇൻ ദ റെക്ടം, മലം പോയ ശേഷം റക്തത്തിൽ വേദനയുള്ള വലിച്ചു കോച്ചലുകൾ. ബേണിംഗ് ഇൻ ദ ഏനസ്, നേരത്തെ പറഞ്ഞാണ്, വീണ്ടും അത് പറയുന്നതിൻ്റെ അർത്ഥം പൊള്ളൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുണ്ട്. വയലന്റ് ടെനസ്മസ്, മലമില്ലെങ്കിലും മലശോധന ഒക്കെ ഉള്ള ശങ്ക വരുന്നൊരവസ്ഥ. സിങ്കിങ് ഫീലിംഗ് ഇൻ ദ അബ്ഡമൻ, ഒബ്ലിജ് ടു ലൈ ഡൗൺ, ആകെ തളർന്നിട്ട് കിടന്നേ പറ്റൂ എന്നുള്ള അവസ്ഥ, ഒരു ഒബ്ലിഗേഷൻ, കിടന്നേ പറ്റൂ. എക്സോഷൻ ആൻഡ് ഫെയിൻറ്റിങ്, ആകെ അവശതയായിട്ട് ബോധക്ഷയം വരുന്നൊരു പോലത്തെ ഒരു അവസ്ഥ. ദ കോപ്പിസ് ഡയറിയ ഈസ് ലൈക്ക് ദ പ്രൊഫ്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം എ ഹൈഡ്രൻറ്റ്. ഹൈഡ്രൻറ്റ് എന്ന് വെച്ചാൽ വെള്ളം ചീറ്റിക്കുന്ന കൊള്ളുകൾ. ഇപ്പോൾ ഫയർ ഹൈഡ്രൻറ്റ്, അഗ്നിശമന സംവിധാനത്തിൻ്റെ, നിങ്ങൾ വലിയ കെട്ടിടങ്ങളിലും ഷോപ്പിംഗ് മാൾസിലൊക്കെ പോകുമ്പോൾ കാണാം ഹൈഡ്രൻസ്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ചീറ്റി വരുന്ന പോലെ ഡയറിയ, മലം ചീറ്റി വരുന്നൊരവസ്ഥ. അപ്പോൾ എത്രത്തോളം രൂക്ഷവും ഗുരുതരവുമാണ് ഫോസ്ഫറസ് രോഗിയുടെ ആ ഒരു അവസ്ഥയെന്ന് നോക്കുക. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കോളറ ടൈംസ് ആൻഡ് ഇൻ കോളറ മോർബൂസ്. കോളറയുടെ സാഹചര്യങ്ങളിൽ ഫോസ്ഫറസ് വളരെയധികം ഉപകരിക്കും. നിങ്ങൾക്കറിയാം, ഹോമിയോപ്പതിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോളറയുടെയും പ്ലേഗിൻ്റെയും ഒക്കെ സാഹചര്യങ്ങളിലാണ് ഹോമിയോപ്പതി അതിൻ്റെ മഹത്വം പൂർവ്വകാലങ്ങളിൽ പുറത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോവിഡ് പോലുള്ള അവസ്ഥകളിലും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടത്. അപ്പോൾ കോളറയുടെ സാഹചര്യങ്ങളിൽ വളരെ ഉപകരിക്കുന്ന നിരവധി ഔഷധങ്ങളിലൊന്ന് ഫോസ്ഫറസുമാണ്. ആൻഡ് കോളറ മോർബൂസ്, ഈ ഗ്യാസ്ട്രോ എൻട്രൈറ്റീസിനുള്ളൊരു പഴയ പേരാണ് കോളറ മോർബൂസ്. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ മെഡിസിൻ ഫോർ ക്രോണിക് ഡയറിയ വിത്ത് സോഫ്റ്റ് തിൻ സ്റ്റൂൾസ്. പഴകിയ വയറിളക്കം, വളരെ മൃദുവായ നേർത്ത സ്റ്റൂൾസുള്ള പഴകിയ തരം സ്ഥായിയായ ഒരു വയറിളക്കത്തിൻ്റെ സ്വഭാവമുള്ളവർക്കും ഫോസ്ഫറസ് വളരെ ഉപകരിക്കുന്നൊരു ഔഷധമാണ്. ഇറ്റ് ഹാസ് ഓൾസോ ക്യൂർഡ് ഡിസെൻട്രി വിത്ത് ബ്ലഡി മ്യൂക്കസ്. രക്തം കലർന്ന കഫമുള്ള ഡിസെൻട്രിയിലും ഫോസ്ഫറസ് വളരെ ക്യൂറേറ്റീവ് ആയിട്ടുള്ളൊരു റോള്
വായിച്ചിട്ടുണ്ട്. സ്കാൻഡി സ്റ്റൂൾസ് വിത്ത് വയലന്റ് ടെനസ്മസ്, വല്ലാതെ ടെനസ്മസ്, മലം ഇല്ല പക്ഷെ മലം പോകണമെന്നുള്ളൊരു ചിന്ത. ആ ഒരു അവസ്ഥയിലും രക്തം കിടന്ന കഫം പോകുന്നൊരവസ്ഥയിലുമൊക്കെ ഡിസെൻട്രിയെ ഫോസ്ഫറസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ക്യൂയേഴ്സ് ഇൻവെർട്രേറ്റ് കോൺസ്റ്റിപ്പേഷൻ, അതിന് നേരെ വിപരീതരവസ്ഥ, വല്ലാത്ത മലബന്ധം, അസഹനീയമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത മലബന്ധത്തിനെയും ഫോസ്ഫറസ് ഹീൽ ചെയ്യും. ദ സ്റ്റൂൾ ഈസ് ഹാർഡ്, അത്തരം സാഹചര്യങ്ങളിൽ മലം വളരെ കട്ടിയുള്ളതാണ്, നീണ്ടതാണ്, നേർത്തതാണ്. ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ബുക്സ് ആസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഡോഗ്, ഒരു നായയുടെ മലം പോലെ. അപ്പോൾ നിറമാണ് നായയുടെ മലത്തിൻ്റെ ഒരു സവിശേഷത, കറുത്ത നിറം. ഓൾട്ടർനേറ്റിംഗ് ഡയറി ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ഇൻ ഓൾഡ് പീപ്പിൾ, പ്രായം ചെന്നവരിൽ വയറിളക്കവും മലബന്ധവും മാറി മാറി വരുന്നൊരവസ്ഥ ഫോസ്ഫറസ് കവർ ചെയ്യും. സ്പാസംസ് ഓഫ് ദ റെക്ടം, മലാശയത്തിൽ വലിച്ചുകോച്ചലുകളുണ്ട്. പാരലിസിസ് ഓഫ് ദ ബവൽസ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്ട്രെയിൻ എ സ്റ്റൂൾ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. മറ്റു ചില ഔഷധങ്ങളിൽ ബവൽസിൽ തളർന്നു പോയി, തളർച്ച ബാധിച്ചു, അപ്പോൾ മലം പുറന്തള്ളാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ പറ്റില്ല. ഹെമറേജ് ഫ്രം ദ ബവൽസ്, ഇറ്റ് ഹാസ് ക്യൂർഡ് പോളിപ്പി ഓഫ് ദ റെക്ടം, മലാശയത്തിൽ ദശവളർച്ച ഉണ്ടാകുന്നു, രക്തവാർച്ച ഉണ്ടാകുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ റെക്ടം, രക്തത്തിൽ നീർവീക്കം ഉണ്ടാകുന്നു. ഇറ്റ് ഹാസ് മെനി ടൈംസ് ക്യൂർഡ് ബ്ലീഡിങ് പ്രൊട്രൂഡിങ് ഹെമറോയിഡ്സ്, അർശസ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ, കക്കൂസിൽ പോയിരിക്കാൻ നേരത്ത് ഒരു ട്യൂമർ ഹെമറോയിഡ് പുറത്തേക്ക് തള്ളി വരുന്ന സാഹചര്യം. ഇറ്റ് ഹാസ് മെനി ടൈംസ് ക്യൂർഡ് ബ്ലീഡിങ് പ്രൊട്രൂഡിങ് ഹെമറോയിഡ്സ് ദാറ്റ് ബേൺ, അത് പൊള്ളലിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഹെമറോയിഡ്സിനെയും ഫോസ്ഫറസ് ഹീൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ക്യൂർഡ് ഫിഷേഴ്സ് ഓഫ് ദ ആനസ്, ഈ അർശസ് എന്നൊക്കെ പറയുന്ന പല പേരിൽ അറിയപ്പെടുന്ന നിരവധി പ്രശ്നങ്ങൾ ഫോസ്ഫറസിൽ വരുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻസ് ഫോസ്ഫറസിൻ്റെ ജനറാലിറ്റീസുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു സാഹചര്യങ്ങളിൽ ഇത്തരം പ്രയാസമേറിയ അവസ്ഥകളൊക്കെ ഫോസ്ഫറസ് ഹീൽ ചെയ്യും. എമംഗ് മെനി ഓഫ് ദീസ് ബവൽ സിംറ്റംസ് ദ ഏനസ് ഫീൽസ് ആസ് ഇഫ് വൈഡ് ഓപ്പൺ, നേരത്തെ കണ്ടത് തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ മലാശയം, ഏനസ് വളരെ റിലാക്സായിട്ട് വിടർന്നിരിക്കുകയാണ്. ഒരു തരത്തിൽ അതിന് ഒരു വാൽവിൻ്റെ കാരുടെ ആക്ഷൻ അതിന് കിട്ടുന്നില്ല. വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് പറയുന്നത്. ഫോസ്ഫറസ് ഈസ് എ യൂസ്ഫുൾ റെമഡി ഇൻ ഡിസീസ് ഓഫ് ദ കിഡ്നീസ്, എസ്പെഷ്യലി ഡയബറ്റീസ്, പ്രമേഹം. ഇത് ഷുഗർ ഇൻ ദ യൂറിൻ, മൊത്തം പരിശോധിച്ചാൽ അതിൽ പഞ്ചസാരയുടെ അംശം കാണാൻ സാധിക്കും. വെൻ ദർ ഈസ് ഗ്രേറ്റ് തേഴ്സ്റ്റ് ഫോർ ഐസ് കോൾഡ് തിങ്സ് ആൻഡ് ഐസ് കോൾഡ് വാട്ടർ. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഒരു ജനറാലിറ്റി അവിടെ കാണണം. വളരെ മഞ്ഞുപോലെ തണുത്ത വെള്ളത്തോടും അതേപോലുള്ള മറ്റു വസ്തുക്കളോടുമുള്ള വല്ലാത്ത ഒരു ക്രേവിങ്, ഗ്രേറ്റ് തേഴ്സ്റ്റ്. ഗ്രാജുവൽ എമിസിയേഷൻ, ക്രമേണ ആൾ ശോഷിച്ചു വരും. ഗ്രാജുവൽ വീക്ക്നെസ്, ക്രമേണ ക്ഷീണിച്ചു വരും. കൺസിഡറബിൾ ഹീറ്റ് ഓഫ് ദ ഹെഡ്, തലയിൽ സാമാന്യം നല്ല രീതിയിലുള്ള ചൂടും അനുഭവപ്പെടും. അതൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ജനറൽ കണ്ടീഷൻസ് ഉള്ളപ്പോഴാണ് ഈ വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർ കണ്ടീഷനും ഇത് ഹീൽ ചെയ്യുന്നത്. കോഡർനെസ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസ് ആൻഡ് ഷുഗർ ഇൻ ദ യൂറിൻ, മൂത്രത്തിൽ പഞ്ചസാര, എക്സ്ട്രീമിറ്റീസ് തണുത്തിരിക്കുന്നു. ഫോസ്ഫറസ് വിൽ ക്യൂർ ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദ കിഡ്നീസ്, വൃക്കകളിൽ കൊഴുപ്പ് വന്നടിയുന്നൊരു സാഹചര്യത്തെയും ഫോസ്ഫറസ് ഹീൽ ചെയ്യും. റീനൽ കാൽക്കുലൈ, വൃക്കകളിലും മറ്റുമൊക്കെ കല്ല് രൂപപ്പെടുന്നൊരവസ്ഥ. നോ ഡിസയർ ടു പാസ് യൂറിൻ ദോ ദ ബ്ലാഡർ ഈസ് ഫുൾ, മറ്റൊരു സവിശേഷമായ ലക്ഷണം. മൂത്രാശയം, മൂത്രസഞ്ചി നിറഞ്ഞിരുന്നാലും മൂത്രം പോകണമെന്നുള്ളൊരു ആഗ്രഹമില്ല, ആ ഒരു അർജ് വരുന്നില്ല. ദർ ഇസ് എ പാരലിറ്റിക് വീക്ക്നെസ് വിച്ച് റിസംബിൾസ് ദ പാരലിറ്റിക് വീക്ക്നെസ് ത്രൂ ഔട്ട് ഓൾ ദ മസിൽസ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ എല്ലാ പേശികളിലും ഉണ്ടാകുന്ന തളർച്ച പോലെ തന്നെ മൂത്രാശയത്തിലും ഈ തളർച്ച ഉണ്ടാകാം, സമാനമായിട്ട് തളർച്ച. ഹി ഈസ് അണേബിൾ ടു സ്ട്രെയിൻ ടു പാസ് ദ യൂറിൻ ബിക്കോസ് സച്ച് സ്ട്രെയിനിങ് ഇൻക്രീസസ് പെയിൻ ദ റീജിയൻ ഓഫ് ദ ബ്ലാഡർ. അപ്പോൾ ഈ തളർച്ച ഉള്ളതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഏനസിൽ നമ്മൾ കണ്ട പോലെ ബ്ലാഡറിലും മൂത്രാശയത്തിലും ഇത് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല.
സ്ട്രെയിൻ ചെയ്യുമ്പോൾ വലിയ വേദനയുണ്ട്. ആ വേദനയെ ഈ സ്ട്രെയിനിങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൊഫ്യൂസ് പെയിൽ വാട്ടറി യൂറിൻ, വല്ലാതെയുള്ള മൂത്രം വരുന്നുണ്ട്. ഇളം മഞ്ഞ നിറത്തിലും ഉള്ള മൂത്രം വരുന്നുണ്ട്. ഫ്രീക്വൻ്റ് സ്കാൻഡി ഓർ കംപ്ലീറ്റ്ലി സപ്രസ്ഡ് യൂറിൻ. ഇന്ന് മറ്റൊരു അവസ്ഥ എങ്ങനെയാണ്? കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സപ്രസ്ഡ്. മൂത്രമായിട്ട് ബന്ധപ്പെട്ടും മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള, പരസ്പരം വിരുദ്ധമായിട്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. മലാശയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു, വല്ലാതെ വാട്ടറി ഡയറിയ, സ്കാൻഡി ഡയറിയ, വാട്ടറി ഡയറിയ, അതുപോലെ രക്തം കലർന്നത്, കഫം കലർന്നത്, അതേസമയം വല്ലാത്ത മലബന്ധവും. അതേപോലെ തന്നെ മൂത്രമായിട്ട് ബന്ധപ്പെട്ടും അത് വരുന്നുണ്ട്. ടർബിഡ് വൈറ്റിഷ് യൂറിൻ, ഇനി കലങ്ങി മറിഞ്ഞ് വെള്ള നിറത്തിലുള്ള മൂത്രം. കേർഡിൽ ലൈക്ക് മിൽക്ക്, പാല് പോലെ ഉള്ള മൂത്രം. ആൽബുമിനസ് യൂറിൻ, ഇൻവോളണ്ടറി യൂറിനേഷൻ ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്കത്തിൽ അറിയാതെ മൂത്രം പോലെ. ടിയറിങ് ഇൻ ദ യുറേത്ര, ട്വിച്ചിങ് ആൻഡ് ബേണിങ് ഇൻ ദ യുറേത്ര. അപ്പോൾ യുറേത്രയിലും എല്ലാത്തരം പ്രയാസങ്ങളുണ്ട്. വലിച്ചു കീറുന്ന പോലെ, പിരിയുന്ന പോലെ, പൊള്ളുന്ന പോലെ ഒക്കെ ഉള്ള ഫീലിംഗ് ഉണ്ട്. പീരിയോഡിക്കൽ സിക്ക് ഹെഡേക്സ് സംടൈംസ് ആർ പ്രൊസീഡഡ് ബൈ സ്കാൻഡി യൂറിൻ ആൻഡ് സിംറ്റംസ് ബൈ എ കോപ്പിയസ് വാട്ടറി ഫ്ലോ ഓഫ് യൂറിൻ. മൂത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള തലവേദനയും വരുന്നു. മൂത്രം പോകാത്ത അവസ്ഥ, കോപ്പിയസ് വാട്ടറി ഫ്ലോ, മൂത്രം വല്ലാതെ പോകുന്ന അവസ്ഥ, പോകാത്ത അവസ്ഥ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തലവേദനയും ഉണ്ടാകുന്നുണ്ട്. വൃക്കകളും ഇവിടെ ഇൻവോൾവ് ആണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണവും സവിശേഷവും ഗുരുതരവുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, കോളറ പോലുള്ള അവസ്ഥകളിലൊക്കെ, വൃക്കരോഗം, ഇതിലൊക്കെ ഫോസ്ഫറസ് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ശരിയായ രീതിയിൽ ഈ ഔഷധത്തെ മനസ്സിലാക്കാം. ഇനിയും ധാരാളം വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകൾ അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.